ഇപ്പൊ ഡയബറ്റിക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാൻക്രിയാസിന്റെ ഫംഗ്ഷന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ ശരിയായ പ്രവർത്തനം ഇല്ലാതെ വരുമ്പോൾ ഇൻസുലിൻ സ്വയമേവ പുറപ്പെടുവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പാൻക്രിയാസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഷുഗർ ബ്ലഡിലേക്കൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി വരാം, ഡയബറ്റിക് നെഫ്രോപ്പതി വരാം, പെരിഫറൽ ന്യൂറൈറ്റിസ് വരാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡയബറ്റിക്കിന്റെ കണ്ടീഷൻസ് ഒക്കെ വരും. ഇതുപോലെ തന്നെ ഡയബറ്റിക് അൾസർ വരാം. ഇവിടെ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഒരുപാട് എല്ലാ അസുഖങ്ങൾക്കും അക്യുപഞ്ചർ ബെസ്റ്റ് ആണെങ്കിലും ഞാനിവിടെ കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡയബറ്റിക് അൾസറാണ്. എല്ലാ ഹോസ്പിറ്റലുകളും ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് പൊതുവെ അവരുടേതായിട്ടുള്ള ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ആംപുറ്റേഷൻ വരെ എത്തുമ്പോഴത്തേക്കും അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ആരെയും നമുക്ക് കുറ്റപ്പെടുത്താനില്ല. അത് ആ ട്രീറ്റ്മെന്റ് അനുസരിച്ച് ആ പാർട്ട്, അതായത് ഗാംഗ്രീൻ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇനി അത് ചെയ്യാൻ പറ്റാത്ത പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മറ്റുള്ള പാർട്ട് കൂടുതൽ എനർജറ്റിക് ആക്കി അവർ ലൈഫിലേക്ക് കടത്തിവിടുക എന്നാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ആ ഇൻഫെക്ഷൻ എല്ലാം നമ്മൾ കഴുകിക്കളഞ്ഞ് ഇൻഫെക്ഷൻ എല്ലാം എടുത്ത് നമ്മുടെ ഇലക്ട്രോപ്പതി എന്ന് പറഞ്ഞ മെഡിസിനിലൂടെ ഡ്രസ്സിങ്ങും ചെയ്ത് ഈ സ്പെസിഫിക് പോയിന്റ് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഭാഗത്തേക്ക് സർക്കുലേഷൻ ഫാസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഡെഡ് ടിഷ്യൂസിനെ ഹെൽത്തി ആക്കാൻ പറ്റും, സ്കിൻ പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സർക്കുലേഷൻ ഫാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ അസുഖത്തിന് നമുക്ക് കൂടുതൽ ഫാസ്റ്റായിട്ട് അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇത്രയും വർഷത്തെ കാലഘട്ടത്തെ എൻ്റെ പ്രയത്നം കൊണ്ട് ഒരു 60-ൽ കൂടുതലായിട്ടുള്ള ഡയബറ്റിക് അൾസർ, അതൊരു ആംപുറ്റേഷൻ കേസ് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ദൈവത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയാം.